വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കമലൻ എന്ത് പറഞ്ഞിട്ട് സത്യഭാമ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. സത്യങ്ങൾ സത്യഭാമ അറിയണം, അതിനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ അറിഞ്ഞെടുത്തോളം മതി, ഇനി ഒരു സത്യങ്ങൾ എനിക്ക് കേൾക്കണ്ട. നീ അവളാണെങ്കിൽ എൻ്റെ മോനെ ഒറ്റ കൊടുത്തപ്പോൾ കൊന്നപ്പോൾ നിനക്ക് എത്ര കൂലിയാണ് തന്നത്? പിന്നെ യേശുവിനെ ഒറ്റ കൊടുത്ത യുദാസിനെ പോലെ കഷ്ടമായല്ലോ നിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ ഇനി പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും സത്യഭാമ കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. ഇനി എൻ്റെ മുന്നിൽ നീ വന്നു പോകരുത്, സത്യാമ്മ നിന്നെ വിളിക്കുക പോലും ചെയ്യുന്നു, ഇങ്ങനെ ചൂലെടുത്ത് അടിക്കും, പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിയിട്ട് വാതിലങ്ങ് അടച്ച് കുറ്റിയിടുകയാണ്. പക്ഷേ അകത്തേക്ക് കയറുന്ന സത്യഭാമ വാതിലടച്ച ശേഷം അവിടെ നിന്ന് പൊട്ടി കരയുകയാണ്. കമലിനും ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ രേഷ്മ എത്തുന്നുണ്ട്. അന്നേരമാണെങ്കിൽ രേഷ്മ എന്താ എവിടെയും ചോദിക്കുമ്പോൾ ഞാൻ സത്യമ്മയെ കണ്ട് സത്യങ്ങൾ പറയാനാണ് വന്നത്, ശാലിനിയുമായുള്ള തെറ്റിദ്ധാരണ മാറണം, കാര്യങ്ങൾ അറിഞ്ഞാലേ ശരിയാവും, അന്നേരം അതിന് തന്നെയാണ് ഞാനും വന്നത്, പക്ഷേ ഇപ്പോൾ അത് വേണ്ട എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞ് കമലിനാണെങ്കിൽ രേഷ്മയെ തടയുകയാണ്. ഞാനത് പറയാനായിട്ട് വന്നതാണ്, ആ ഒരു അവസ്ഥ ഞാൻ മനസ്സിലാക്കി, ആകെ ദേഷ്യത്തിലും വാശിയിലും ഒക്കെ നിൽക്കുകയാണ്, എന്നെ ചൂലെടുത്ത് അടിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രേഷ്മയാണെങ്കിൽ ചിലപ്പോൾ ചൂലെടുത്ത് അടിക്കുക തന്നെ ചെയ്യും, വിഷ്ണുവച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ എന്ന് പറയുകയാണ്. അന്നേരം അല്ലാതെ പിന്നെ എങ്ങനെ ഈ തെറ്റിദ്ധാരണയൊക്കെ മാറും, പറയേണ്ടെന്നാണോ കമലും പറയുന്നതെന്ന് രേഷ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുക തന്നെ വേണമെങ്കിൽ അത് മാറത്തുള്ളൂ, പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വേണ്ട, സത്യമ്മയുടെ വാശിയും ദേഷ്യവും ഒക്കെ ഒന്ന് മാറട്ടെ. ആകെ വിഷ്ണുവച്ചൻ്റെ കാര്യങ്ങൾ അറിയാൻ, സത്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന രേഷ്മയ്ക്ക് മാത്രമാണ്. പക്ഷേ ആ ഒരു അവസരം ഇങ്ങനെ പാഴിക്കളയരുത്, വാശിയൊക്കെ കുറയട്ടെ, എന്നിട്ട് സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ഏട്ടത്തിയമ്മ പറയിപ്പിച്ചതാണെന്നേ കരുതുകയുള്ളൂ, നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞിങ്ങനെ കമലും വിഷമിച്ച് വീണ്ടും ആട്ടോയിൽ പിടിച്ചങ്ങോട്ട് കരയുകയാണ്. അപ്പോൾ രേഷ്മ എന്തായാലും അകത്തേക്ക് കയറുന്നുമില്ല, സത്യഭാമയെ കാണുന്നുമില്ല. ഈ സമയം ശിവനാണെങ്കിൽ ശാലിനിയും കുട്ടികളെയും കൂട്ടി ശാരദാമ്മയുടെ വീട്ടിലെത്തുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങുകയാണ്. എന്നിട്ട് പിന്നെ ശാലിനിയോട് ശിവൻ പറയുന്നുണ്ട്, സത്യാമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നവരെ ശാലിനിക്കും കുട്ടികൾക്കും ഇവിടെ നിൽക്കാം, മക്കളെ ഇവിടെ നിന്ന് സ്കൂളിൽ വിടാമല്ലോ, അപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ ശരിയാവും എന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ ശരിയാവും, ഞാൻ ശാലിനി ഇവിടെ നിന്ന് എന്തായാലും ആരും ഇറക്കി വിടില്ലല്ലോ, ശാലിനി കുട്ടികളെയും കൂട്ടി അകത്തേക്ക് ചെല്ലും, ഞാൻ രാവിലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വരാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ശിവനങ്ങൾ വരുമല്ലോ എന്നിങ്ങനെ പപ്പി ചോദിക്കുമ്പോൾ തീർച്ചയായും വരുമെന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ കുട്ടികളെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ ഗോപാലകൃഷ്ണൻ അകത്തുനിന്ന് ഇറങ്ങി വരികയാണ്. ശ്യാമയും വരുന്നുണ്ട്. അന്നേരം എങ്ങോട്ടായി കയറി പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനിയെ നോക്കുമ്പോൾ എങ്ങോട്ടായി തള്ളിപ്പിടിച്ച് കയറി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ എന്തായി പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവിടെ എന്തായാലും കയറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശിവൻ പിന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം നീ ഒരു കള്ളിയാണ്, എല്ലാവരിൽ നിന്നും സത്യങ്ങളൊക്കെ മറച്ചു വെച്ച് വരും ക്രൂരയാണ്, കള്ളിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെയുള്ളവർക്കൊന്നും ഇവിടെ സ്ഥാനമില്ല എന്ന് പറയുമ്പോൾ കുറേ നേരമായിട്ട് കള്ളി എന്നൊക്കെ പറയുന്നത് ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് പറയുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അന്നേരമാണെങ്കിൽ ശാരികയുടെ കുഞ്ഞെവിടെയും ചോദിക്കുകയാണ്, നിന്നെ ഞാൻ ഏൽപ്പിച്ചത് വളർത്താനാണ് അല്ലാതെ കൊല്ലാനല്ല എന്ന് പറയുമ്പോൾ അച്ഛൻ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നത്, വിഷ്ണുവിൻ്റെ കാര്യം ഉൾപ്പെടെ, നീ എന്തുകൊണ്ട് വിഷ്ണുവിൻ്റെ കാര്യം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അവനെ എനിക്ക് മോനെ പോലെയായിരുന്നു, മോൻ തന്നെ ആയിരുന്നു, എന്നിട്ട് അവസാനം അവനെ കാണാൻ പോലും നീ അനുവദിച്ചില്ല, അടക്കം ചെയ്ത് ആരും കാണാതെ അടക്കം ചെയ്ത് കളഞ്ഞില്ലേ എന്ന് ചോദിച്ചു, അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, അത് പിന്നെ ഒരു വലിയൊരു തുക ഇൻഷുറൻസ് ആയിട്ട് കയ്യിലേക്ക് കിട്ടി ആരെങ്കിലും വേണ്ടാന്ന് വെക്കൂ. അന്നേരം ശ്യാമയോട് ശാലിനി ദേഷ്യപ്പെടുന്ന അറിയാത്ത കാര്യങ്ങളിൽ സംസാരിക്കരുത് എന്ന് പറയുകയാണ്. ചേച്ചിയുടെ കൊച്ചിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല, അത് വിഷ്ണുവേട്ടൻ്റെ കാര്യം ആരെ അറിയിക്കില്ലെന്ന് വിഷ്ണുവേട്ടൻ തന്നെയാണ് പറഞ്ഞിരുന്നത്, ഞാൻ പോലും അറിഞ്ഞത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും, നീ എന്തും ചെയ്യുന്നവളാണ്, അതുകൊണ്ട് ഇവിടെ കയറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ ശിവൻ ചോദിക്കുന്നുണ്ട്, സത്യാമ്മ അവിടെ നിന്ന് ഇറക്കി വിട്ടോ, സത്യാമ്മയുടെ വീടാണെന്ന് പറയാം, പക്ഷേ ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലേ എങ്ങോട്ട് പോകും, ഇവിടെ നിന്ന് എങ്ങനെ, ഇത് ശാലിനിക്ക് കൂടി അവകാശപ്പെട്ട വീടല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ ദേഷ്യം വരുന്നുണ്ട്. അന്നേരം അത് പറയാൻ നീ ആരടാ, പിന്നെ ഒരു ബന്ധവുമില്ലാത്ത നീ എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാനായിട്ട് വരണ്ട, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഞാനാണ്, നീ ഇവളുടെ പുറകെ നടന്നാൽ മതി, എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ വരണ്ട എന്ന് പറയുമ്പോൾ ശിവനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ടും പറയുന്നുണ്ട്, വിഷ്ണുവിൻ്റെ കാര്യത്തിൽ വിഷ്ണുവിൻ്റെ പ്രശ്നത്തിലും ഇവനും കൂടി പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ശിവനാകപ്പാടെ ദേഷ്യം വരികയാണ്. ആവശ്യമില്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ നേരെ കൈ ചൂണ്ടി സംസാരിക്കുകയാണ് ശിവൻ. അന്നേരം ശിവ വേണ്ട, ഇപ്പോൾ ഇവർക്ക് എന്ത് പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കൊലപാതകയും മോഷ്ടാക്കളും ഒക്കെയല്ലേ, പക്ഷേ സത്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും, അന്നാണെങ്കിൽ ഈശ്വരൻ്റെ മുന്നിൽ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് അപ്പോഴല്ലേ, ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയാണ്. അന്നേരം കുട്ടികൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, പക്ഷെ നിനക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ശാലിനി പറയുന്നുണ്ട്, വേണ്ട, എൻ്റെ കുട്ടികളല്ലേ, ഞാൻ കള്ളിയല്ലേ, അപ്പോൾ എൻ്റെ ഒരു അംശം എന്തായാലും കുട്ടികളിൽ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് മക്കളെയും കൂട്ടി ഇറങ്ങുകയാണ്, വാ മക്കളെ എന്നിങ്ങനെ കുഞ്ഞുങ്ങളെ വിളിക്കുകയാണ്. അന്നേരമാണെങ്കിൽ ഈ കുട്ടികൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ നിൽക്കാമെന്ന് കരുതി വന്നതാണ്, പക്ഷേ മുത്തശ്ശൻ സമ്മതിക്കില്ലല്ലോ, അന്നേരം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാൻ നിൽക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ നിങ്ങളുടെ അമ്മ ഇവിടെ നിർത്താനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്നെ നിർത്താത്തടത്ത് എൻ്റെ കുട്ടികളെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ്
എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങളെല്ലാവരും തിരിച്ചറിയേണ്ടി വരും. അന്ന് നിങ്ങൾക്ക് ഇതിനൊക്കെ മാപ്പ് ചോദിക്കേണ്ടി വരും എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി കുട്ടികളെയും പിടിച്ച് ഇങ്ങനെ തിരിയുമ്പോൾ ശിവനെ ഇങ്ങനെ ദയനീയമായിട്ട് ശാലിനി നോക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി അങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് കുട്ടികളെ വണ്ടിയുടെ ജീപ്പിൻ്റെ ബാക്ക് സീറ്റിൽ കയറി ഇരുത്തുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് കയറുകയാണ് ശാലിനി. എന്നിട്ടും ശിവന് ദേഷ്യത്തോടെ ഗോപാലകൃഷ്ണൻ നോക്കിയിട്ട് ഡ്രൈവർ സീറ്റിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ ഒരു സങ്കടം എന്ന പോലെ ഇങ്ങനെ ഗോപാലകൃഷ്ണൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെ ഇങ്ങ് വണ്ടി കയറുകയാണ്. അവർ പോകുന്നുണ്ട്. തുടർന്ന് ഗോപാലകൃഷ്ണനാണെങ്കിൽ ശ്യാമയോട് പറയുകയാണ്, ഇനി അവളിവിടെ വന്നാൽ ഈ പടിക്കകത്ത് കയറ്റി പോകില്ല കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ശ്യാമയ്ക്കാകപ്പാടെ സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതേസമയത്ത് മൂർത്തിയുടെ വീട്ടിലെ മൂർത്തിയുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ മൂർത്തി വരികയാണ്. എന്തോ വലിയ ആലോചനയിലാണല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ നിന്നെക്കുറിച്ച് തന്നെയാണെന്ന് പറയുമ്പോൾ, അത് പിന്നെ പൊട്ടിപ്പോയ പട്ടത്തെ പോലെ തന്നെയാണ്, എൻ്റെ അവസ്ഥ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അമ്മ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം അരുണയെങ്കിൽ ചായയായിട്ട് വരികയാണ്. അന്നേരം എന്തോ വലിയ ചർച്ചയാണല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ഇവൻ്റെ കാര്യം തന്നെയാണെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ മരുന്നിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. 2 ദിവസത്തേക്ക് ഉണ്ടെന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ചായയൊക്കെ കൊടുക്കുകയാണ്. ഈ സമയത്ത് മൂർത്തിക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. മൂർത്തിയാണെങ്കിൽ ആകെ ഷോക്കിൽ അങ്ങോട്ട് വാർത്ത എന്തോ കേൾക്കുകയാണ്. അന്നേരം എന്താ മോനെ എന്നും പറഞ്ഞ് എല്ലാവരും കൂടി ചോദിക്കുന്നുണ്ട്. അന്നേരം ദുബായിലേക്ക് ഈ മൂർത്തിയുടെ ബിസിനസ് ചരക്കുമായിട്ട് പോയ കപ്പൽ തീ പിടിച്ചു എന്ന് പറയുകയാണ്. അന്നേരം കോടികളുടെ നഷ്ടമാണ് വന്നിരിക്കുന്നത്, ഇതിൽ നിന്ന് കരകയറാനാവില്ല എന്നും പറഞ്ഞ് മൂർത്തി ആകെ ടെൻഷനാവുകയാണ്. അന്നേരം സമാധാനപ്പെട്ട് എന്തെങ്കിലും വഴി ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ, എന്ത് വഴി ഉണ്ടാവും, കോടികളുടെ നഷ്ടമാണ്, ഒന്നുകിൽ ഞാൻ ഈ വീട് വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ ഈ അച്ഛനും ആകെപ്പാടെ വിഷമിക്കുന്നുണ്ട്. ഈശ്വര, എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വഴി കാണിച്ചു കൊടുക്കണേ, ആർക്കും ഇല്ലാത്തവർക്ക് ദൈവം തുണ ഉണ്ടാവും എന്നൊക്കെ അമ്മയൊക്കെ പറഞ്ഞ് ഒരു വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ആ ഒരു മുമ്പ് വന്നൊരു ജ്യോത്സ്യനുണ്ടല്ലോ, ജ്യോത്സ്യനാണെങ്കിൽ ഇങ്ങനെ കാറിലെത്തുന്നുണ്ട്, സുബ്രഹ്മണ്യ തിരുമുൽപ്പാട്. അന്നേരം ഈ അമ്മ പറയുന്നുണ്ട്, നമുക്ക് ബിസിനസ്സിൽ നഷ്ടമുണ്ടായി, എൻ്റെ കുഞ്ഞിനെ എങ്ങനെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ഈ ഈ വീട്ടിലെ ഇരുട്ട് മാറ്റാനായിട്ട് ഒരു വലിയൊരു പ്രകാശം, ഒരു ചെറിയ വിളക്കായിട്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. അത് മാറ്റുക തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന തകർച്ച വരാൻ പോകുന്ന വിജയത്തിലേക്കുള്ള ചവിട്ടുപടി തന്നെയാണ്, വിഷമിക്കേണ്ട, അന്ധകാരം മാറുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ കൃഷ്ണയും അരുണയും പിന്നെ അമ്മയും അച്ഛനും ഒക്കെ മൂർത്തിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. മൂർത്തി ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ജ്യോത്സ്യൻ്റെ തിരുമേനിയുടെ വാക്കുകൾ കേട്ടില്ലേ, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ ഇവരെല്ലാവരും കൂടി മൂർത്തിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം ഈ ശാരികയുടെ കുഞ്ഞിനെ കാണിക്കുന്നുണ്ട്. ആ ഒരു പുതുവെളിച്ചം വരുമെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞു തൊട്ടിൽ കിടക്കുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ കാണിക്കുകയാണ്. ഇതേസമയം അവിടെ ശാലിനിയാണെങ്കിൽ കുട്ടികളെയും കൂട്ടി ബീച്ചിൽ ആ ഒരു ബെഞ്ചിൽ ഇങ്ങനെ പോയിരിക്കുകയാണ്. പപ്പിയാണെങ്കിൽ ഇങ്ങനെ മടി കിടന്നുറങ്ങുന്നുണ്ട്. സത്യ ഇങ്ങനെ ശാലിനിയെ ചാരിയിരുന്ന് ഉറങ്ങുകയാണ്. ശിവനാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഈ തിരയും നോക്കിയിരിക്കുകയാണ്. അന്നേരം ശാലിനി എന്ത് തീരുമാനിച്ചു, പിന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തല്ലേ, ഇനി എങ്ങോട്ട്, എവിടേക്ക് എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ശാലിനി ഇരിക്കുന്നുണ്ട്. അന്നേരം എന്തായാലും പിന്നെ കളക്ടർ ബംഗ്ലാവിലേക്ക് പോകാൻ കഴിയില്ല, മെയിൻ്റനൻസ് പണി കഴിയാനായിട്ട് 2 മാസം എടുക്കുമെന്നല്ലേ പറഞ്ഞത്, അതുവരെ എവിടെയെങ്കിലും കഴിയണ്ടേന്ന് പറയുകയാണ്. അന്നേരം ശിവൻ പൊയ്ക്കോളൂ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പൊയ്ക്കോളാന്ന് പറയും. അന്നേരം എവിടേക്ക് എന്ന് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ ഇതിലും വലിയ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, ഞാൻ തരണം ചെയ്തിട്ടുണ്ട്, ഇതൊന്നും ഞാൻ തളരില്ല എന്ന് പറയുമ്പോൾ, അത് ഒരു പക്ഷേ ആയിരിക്കാം, പക്ഷേ ഈ കുട്ടികൾക്ക് അതിനുള്ളതൊന്നും ഇല്ലല്ലോ. ഈ കുട്ടികളെ വിട്ടിട്ട് എനിക്ക് പോകാനും കഴിയില്ല, അവരെനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്, ഇതൊരു കളരിയാണ്, ജീവിതം പഠിപ്പിക്കുന്ന കളരിയാണ് എന്ന് പറയുമ്പോൾ ശിവൻ പൊയ്ക്കോളൂ, ശിവൻ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ എവിടേക്കെന്നുള്ള എത്രയും പെട്ടെന്ന് തീരുമാനിക്കണം, 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ, അത് കഴിയുമ്പോൾ ലൈറ്റുകളെല്ലാം ഓഫാവും, പിന്നെ ഈ കുട്ടികൾക്ക് എവിടെയെങ്കിലും ഉറങ്ങണ്ടേ, നാളെ അവർക്ക് സ്കൂളിൽ പോകണ്ടേ, കുളിച്ച് വൃത്തിയായിട്ട് പോകണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ, അതിനൊക്കെ ഒരു താമസിക്കാൻ ഒരു ഇടം വേണ്ടേ എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ആകെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ, ഞാൻ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യട്ടെ, എന്നിട്ട് അത് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് ബാക്കി തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ, എങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട്. ശാലിനി ഇങ്ങനെ സ്വയം മുഖം മറച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്നൊക്കെ ഇങ്ങനെ ശിവൻ പറയുമ്പോൾ ശാലിനിക്ക് വിഷമം ഇങ്ങനെ കൂടി വരികയാണ്. തുടർന്ന് പപ്പിയെ തട്ടി ശിവൻ വിളിക്കുന്നുണ്ട്, എഴുന്നേക്ക് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഉണരുകയാണ്. അന്നേരം ഞങ്ങൾ പോകാമെന്ന് പറയുമ്പോൾ, വീട്ടിലേക്കാണോ പോകുന്നതെന്ന് ഇങ്ങനെ സത്യ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശിവൻ പറയാം, അതെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ശാലിനിയോട് പറയുകയാണ്. ശാലിനിക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാം, തൽക്കാലം നിങ്ങളൊരു വാടക വീട് കിട്ടുന്നതുവരെ മാത്രം മതി, വീട്ടിൽ എൻ്റെ അനിയത്തിയും പിന്നെ റാണിയും വേലായുധേട്ടൻ്റെ ഭാര്യയും ഒക്കെ ഉണ്ട്, എന്നെ വിശ്വാസമുണ്ടെങ്കിൽ കൂടെ വരാം, നിൽക്കാം, അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നിങ്ങനെ, വിശ്വാസമുണ്ടെങ്കിൽ മാത്രം മതി എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശിവനെ, അത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇവർ ശാലിനിയും കുട്ടികളും കൂടി ശിവൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇനി എന്താവും, ആളുകൾ ഇനി എങ്ങനെ പറഞ്ഞുണ്ടാക്കും എന്നുള്ളതൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്, അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.